Good afternoon, everyone. Good afternoon, Miss. Good afternoon, Miss. Okay, good afternoon. ടീച്ചർമാരെല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആയിട്ടാണല്ലോ വരുന്നത്. എന്ത് പറ്റി? ഇന്നലെ അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോ നിങ്ങള് പീരീഡ്സ് ഒക്കെ ഷഫിൾ ചെയ്തോ? ടീച്ചറുടെ ഡാൻസ് അടിപൊളിയായിരുന്നു. എന്തായിരുന്നു ടീച്ചറുടെ ഡാൻസ്? ഡാൻസ് ഞങ്ങൾ കണ്ടു. കണ്ടായിരുന്നു. എല്ലാം കണ്ടല്ലേ? ഓക്കെ, എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, പ്രയർ ചൊല്ലട്ടെ. കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപാനിൻ കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും നിന്റെ അനുഗ്രഹങ്ങൾ. പ്രാണനും ബുദ്ധിയും സ്നേഹവും ശക്തിയും പ്രാണനിൽ പ്രാണനും നിന്റെയല്ലോ. എന്തിനും മീതെ വിളങ്ങട്ടെ ദൈവമേ നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചൊല്ലാവൂ നിൻ കൃപയിൽ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ, തന്നരുളേണമേ തമ്പുരാനേ. Okay, next thought of the day and Sandy. Thought of the day, Miss. Accept your past without regret, handle your present with confidence, and face your future without fear. Dr. APJ Abdul Kalam. Thank you. Okay, Sandy. ടീച്ചർ, എൻ്റെ പേര് സീതു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. Yeah, okay. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്. നിങ്ങൾ അങ്ങനെ കോൺവൊക്കേഷൻ സെറമണി കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടു മിസ്സേ, നല്ല നിങ്ങൾക്ക് വേണോ അങ്ങനെ? വേണ്ടേ അല്ലേ? പിന്നെ വേണല്ലോ. ടീച്ചർ എൻജോയ് ചെയ്തോ? ഓക്കെ, നിങ്ങൾക്ക് വരുവുണ്ട്, എല്ലാരും വരുവോ? ഗൾഫിലുള്ളവരൊക്കെ ഉണ്ട്, അവരൊന്നും വരില്ലായിരിക്കും. മാം ഇത് ആദ്യമായിട്ടാണോ ചെയ്തത്? അല്ല അതിനു മുമ്പ് ഫസ്റ്റ് ടൈം ആണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നന്നായിട്ടുണ്ടായിരുന്നില്ലേ ടീച്ചറെ? പിന്നെ നല്ലതായിരുന്നു. പക്ഷെ ഞങ്ങള് പഠിപ്പിച്ച സ്റ്റുഡൻസ് ആയിരുന്നില്ല, ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആയിരുന്നില്ല. അത് പകുതി ബാച്ച് ആയിരുന്നു. കുഴപ്പമില്ല, ഇനി നമ്മൾ പഠിപ്പിച്ചതിന് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് അല്ലേ? നമ്മൾ പഠിപ്പിച്ച് നമ്മൾ സംസാരിച്ചവൻ നമ്മൾ നേരിട്ട് കാണുമ്പോ ഭയങ്കര സന്തോഷമല്ലേ? ഞാനപ്പോ അത് വെയിറ്റിംഗ് ആണ്. ഞാൻ പഠിപ്പിച്ച ബാച്ചൊക്കെ വരുമ്പോ നല്ല രസമായിരിക്കും എല്ലാവരും. അതുവരെ ഞാനൊക്കെയാണല്ലേ ആസ് എ ടീച്ചർ, എല്ലാ ടീച്ചേഴ്സും കാണുന്നത് പ്രൊഫൈൽ നെയിം ആൻഡ് ഒരു പ്രൊഫൈൽ പിക്ക് മാത്രമാണ്.
അതല്ലാതെ എനിക്കും നിങ്ങൾ തമ്മിൽ യാതൊരു കണക്ഷൻ ഇല്ല. എന്നെ കാണാമെങ്കിലും എനിക്ക് നിങ്ങൾ ആരെയും അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ സന്തോഷം. ശരിയാണ്. ടീച്ചർമാർക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ കുട്ടികള്? ഇല്ല, അങ്ങനെ അത് അവര് ഞങ്ങൾ ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോ ഡിപ്ലോമ മീൻസ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ. അപ്പൊ ഇതേപോലെ സെറമണി വെച്ചിട്ട് പോയിട്ട് അതിന് നമ്മളെ ടീച്ചേഴ്സിന് ഞങ്ങൾ ഗിഫ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ കൊണ്ടുവന്നോന്ന് ചോദിച്ചത്. ഇല്ല അല്ലേ? അവര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാച്ചായിരുന്നു. മോണ്ടിസോറി അല്ല, മോണ്ടിസോറി ഇതുവരെ നടത്തിയിട്ടില്ല. ബാച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയും ഒരുപാട് ഓപ്ഷൻസ് വരാനുണ്ടെന്ന് തോന്നുന്നു. അവരുടെ ബാച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മോണ്ടിസോറി നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് തുടങ്ങാം. ലേറ്റ് ആയിട്ട്. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തിയത് ടീച്ചറെ? അതെ. അപ്പൊ അതിന്റെ ചെലവൊക്കെ കുട്ടികൾ തന്നെ എടുത്തു? ഇല്ല, കുട്ടികളൊന്നുമില്ല. അതെ, ഓക്കെ ഓക്കെ. സെപ്പറേറ്റ് ഡ്രസ് കോഡ്സ് ആയിരുന്നല്ലോ. ഡ്രസ് കോഡ് സെപ്പറേറ്റ് ആയിരുന്നല്ലോ. കുറച്ച് പേരുത് പച്ച, കുറച്ച് പേരുത് റോസ്, കുറച്ച് പേരുത് അങ്ങനെ. എന്താ അങ്ങനെ? പച്ചക്കാരായിരിക്കും. ഓൺലൈൻ ടീച്ചേഴ്സ് ആണോ? പച്ചക്കാർ ടീച്ചേഴ്സ് ആയിരുന്നു. ഗ്രീൻ ടീച്ചേഴ്സ് ആയിരുന്നു. അങ്ങനെ ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ വേറെ കളറുള്ളത് ടീച്ചേഴ്സ് അല്ല? അവര് സ്റ്റാഫ്, ടീച്ചേഴ്സ് അല്ല, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണ് എല്ലാവരും. ഓക്കെ ഓക്കെ. ഇതില് ഓഫ്ലൈനും ഉണ്ടോ മാം? നോക്കിയില്ല, എല്ലാം ഓൺലൈൻ തന്നെ. നമ്മുടെ സ്ഥാപനം നല്ല നിലയിൽ എത്തട്ടെ അല്ലെ, വിജയങ്ങളിൽ എത്തട്ടെ. ഞങ്ങൾ അതിന്റെ ഫസ്റ്റത്തെ മുത്തുകളാണ് തോന്നുന്നുണ്ട് അല്ലേ? ഇനി ഇത് നല്ല വിജയത്തിലേക്ക് എത്തട്ടെ, വലിയ സ്ഥാപനമായി മാറട്ടെ. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. പേടിക്കണ്ട, വന്നാ മതി എല്ലാവരും. തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ വരും. എൻജോയ് ചെയ്യാം നമുക്ക്. ഈ ഭയങ്കര എൻജോയ്മെന്റ് ആണ് എല്ലാവരും. ലാസ്റ്റ് ആഗ്രഹമൊക്കെ ഉണ്ട്. ആ സമയത്തിന് എങ്ങനെയാവും അത് ശരിയാട്ടോ. നിങ്ങൾ എങ്ങനെയാ എന്റെ ടൈമിലാ ബാച്ച് കോഴ്സ് കംപ്ലീറ്റ് ആവാ? ഏത് മന്താണ്? സെപ്റ്റംബർ ആയിരിക്കും. ഓഗസ്റ്റ് 29 ബാച്ച് സെപ്റ്റംബർ സ്റ്റാർട്ട്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവും മറ്റില്ല ഡൗട്ടോ? എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം. ഇപ്പൊ എല്ലാവരും എങ്ങനെയാ പറയുന്നത്? ഇത് രണ്ടോടും കൂടി എല്ലാവർക്കും വേണമെന്നാ പറയുന്നത്. ഉണ്ടാവും. രാവിലെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നോ പരിപാടി? എത്ര മണി വരെ ഉണ്ടായിരുന്നു? വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ സ്റ്റുഡൻസ് ഒരുപാട് പേരൊക്കെ പോയി. അകലിന്ന് വന്നവരല്ലേ, അവർ കുറച്ചു പേരൊക്കെ തലേ ദിവസം വന്നവരുടെ റൂം എടുത്ത് താമസിച്ചു. അങ്ങനെ വന്നവരുണ്ട്, അന്ന് വന്നവരുണ്ട്. പക്ഷെ എല്ലാവരും കുറെ അകലെയുള്ളവരൊക്കെ നേരത്തെ തന്നെ പോയി. ഉച്ചയ്ക്ക് ആയപ്പോൾ ഫുഡൊക്കെ വെച്ചിട്ടില്ല, അവരും പോയി. ഞങ്ങൾ അറിയില്ലേ. എനിക്കൊക്കെ കാസർഗോഡ് വരണം. വാന്നേ. ഓക്കെ, വന്ന് എല്ലാവരും മീറ്റ് ചെയ്യാം, എൻജോയ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞോ? എല്ലാ ജില്ലകളിൽ നിന്നും ആളുണ്ടായിരുന്നോ? ഒരുപാട് പേരുണ്ടായിരുന്നു. കുറെ പേരൊന്നും വന്നില്ല കേട്ടോ. അത്യാവശ്യം വന്നവർ ഏകദേശം 150 എബോവ് ഉണ്ടാവാം ഐ തിങ്ക്. മാം അപ്പൊ അതിന്റെ ഡ്രസ്സൊക്കെ എങ്ങനെ അവരവരെന്നെ എടുത്തതോ? ഇല്ല, നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് വരാ, സർട്ടിഫിക്കറ്റ് വാങ്ങാ, പോകാം. കുട്ടികളെല്ലാരും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ബ്ലാക്ക് കളർ കോട്ട് പോലുള്ളത്. അത് അവിടുന്ന് പ്രൊവൈഡ് ചെയ്താണോ അതോ ഒരു വാങ്ങിട്ട് വന്നതാണോ വരുമ്പോ തന്നെ? ഞങ്ങൾ ഓക്കെ ഓക്കെ. അത് തിരിച്ചു വാങ്ങുവോ? തിരിച്ചു വാങ്ങും. അത് റെന്റിനായിരിക്കും അല്ലേ വൺ ഡേ? ആയിരിക്കും കേട്ടോ. ഞങ്ങൾ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഡിപ്ലോമന്റെ പരിപാടിക്ക് പോകുമ്പോ ഇതേപോലെ കറുത്ത് കോട്ടൊക്കെ ഇട്ടിട്ടാ പോയത്. ഒരു ദിവസത്തിന് 50 രൂപ റെന്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ അതാകുമ്പോ കുഴപ്പമില്ലല്ലോ, നമുക്കിത് ആവശ്യമില്ലല്ലോ പിന്നീട്. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടാകാം. ഞങ്ങൾക്ക് ബാച്ചിന് കിടക്കില്ലേ എപ്പോഴും നിങ്ങളൊക്കെ വാങ്ങി വെച്ചാൽ ഇനി എല്ലാ കുട്ടികൾക്കും കൊടുക്കാലോ, വരുന്നവർക്കൊക്കെ അല്ലേ?
അങ്ങനെയൊക്കെയായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിന് ഡാൻസ് ഉണ്ടായിരുന്നു, അല്ലാതെ സ്റ്റാഫിന് ഡാൻസ് ഉണ്ടായിരുന്നു. ജിഷ Okay. മിസ് ഡാൻസ് കളിച്ചില്ലേ? ജിഷ മിസ് കളിച്ചിട്ടില്ല. ടീച്ചർക്ക് കളിക്കാൻ മടിയായതുകൊണ്ടാ? ടീച്ചർക്ക് കളിക്കാൻ ഇല്ല. ടീച്ചർ എന്താണോ ചിലപ്പോ വെറുതെ ഇഷ്ടല്ലേ കളിക്കാൻ. ടീച്ചർ ഒരു സീനിയോറിറ്റി അല്ലേ, അതുകൊണ്ടായിരിക്കും ഒരു ചമ്മൽ ഉണ്ടാവും. ഏയ് അങ്ങനെയൊന്നുമില്ല ഇവിടെ. അങ്ങനെ സീനിയോറിറ്റി ജൂനിയർ അങ്ങനത്തെ ഒന്നുമേ ഇല്ല. പക്ഷെ ജിഷ മാമിനൊക്കെ കാണുമ്പോ ഒരു ഇതാന്ന്, ഒരു എന്താ പറയാ, ഒരു എങ്ങനെ ഇപ്പൊ പറയാ, ക്ഷമ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിലല്ല എന്നായിരുന്നു. പക്ഷെ എന്തുണ്ടെങ്കിലും അതിലൊന്ന് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ മൂപ്പർക്ക് ഉണ്ടാവും. പക്ഷെ എന്താ ഇതിൽ താല്പര്യം ഉണ്ടായിട്ടുണ്ടായില്ലായിരിക്കും. മാമിനെ കാണുമ്പോ നമുക്ക് എപ്പോഴും ഒരു മെച്യൂരിറ്റി, ഒരു മെച്ചുവേർഡായ ഒരു ഇതല്ലേ, ആ ഫീലിംഗ് ആണ്. നമ്മൾ വേഗം ഇങ്ങനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യും പറയുന്നൊക്കെ. ആ ഞാൻ നല്ല ശരിയാ. പക്ഷെ നല്ല സംസാരിക്കാനൊക്കെ രസമാണ്. കഴിഞ്ഞോ? വിശേഷം കഴിഞ്ഞോ? കഴിഞ്ഞു നിർത്താം. ഇത് കഴിഞ്ഞ പിന്നെ ഇന്നലെയും മിനിയാന്നൊക്കെ വാട്സാപ്പിൽ ഇത് തന്നെയായിരുന്നു ചർച്ച, കൺവെൻഷന്റെ. ഞങ്ങൾക്ക് ഇനി എന്താണാവോ, ഞങ്ങൾക്ക് ഇനി എന്താ ഇങ്ങനെ ഒന്ന് അറ്റൻഡ് ചെയ്യാം, അതൊക്കെയായിരിക്കും ചർച്ച ആണോ? അല്ല, ഒരു പ്രാവശ്യം തുടക്കം കുറിച്ചുകൊണ്ട് ഇനി എല്ലാ ബാച്ചിലും ഉണ്ടാവില്ലേ? എല്ലാ ബാച്ചിനും ഇതുപോലെ പറയുന്നുണ്ട്. അവർ നടത്താണ്ടിരിക്കാൻ പറ്റുമോ? എല്ലാവർക്കും നല്ലതാ പറയുന്നത്. എല്ലാവർക്കും എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇപ്പോ. ഞങ്ങളും നമ്മളെല്ലാം ഓൺലൈനിലാണ് പഠിക്കുന്നത്. ഇങ്ങനെ ഒരൊറ്റ ദിവസമെങ്കിലും എല്ലാവർക്കും കൂടി ഒന്ന് കാണാൻ പറ്റിയ നല്ലൊരു അവസരമല്ലേ. അപ്പൊ അതെന്തായാലും പ്രയോജനപ്പെടുത്തണം. ഓൺലൈൻ അവര് വരുമ്പോ നമുക്ക് ഓൺലൈൻ ആണെന്ന് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. ശരി, ക്ലാസ്സിൽ അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഓൺലൈൻ ആണെങ്കിൽ ആ ഒരു തോന്നുന്നില്ല നിങ്ങള് ഓൺലൈൻ ആയിട്ടാണോ, അല്ലെ? നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു ക്ലാസ് ആണെന്നുള്ള തോന്നൽ നമുക്കില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് അക്കാദമിയെ കുറിച്ച് കൂടി ഒരു ധാരണ ഉണ്ടാവും. എല്ലാ കൺവെൻഷൻ കഴിഞ്ഞിട്ട് കുറെ ആൾക്ക് ഈ ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവും. നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോ പിന്നെ ഇതെങ്ങനെയാ, അങ്ങനെയുള്ള ഒരു കുറെ ആൾക്ക് സംശയം, ഇതെന്നെ സക്സസ് ആവുമോ? പക്ഷെ ഇങ്ങനത്തെ ഈ പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അതിൽ ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറഞ്ഞു, അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു, ജോലി കിട്ടിയത് പറഞ്ഞു, ഒരുപാട് ഇങ്ങനെ സംസാരിച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയൊക്കെയായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എൻജോയ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. മതി. വിശേഷം പറഞ്ഞാൽ നമ്മൾ തീരില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതായിരുന്നു? ടെൻസ്, പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തില്ലേ? കംപ്ലീറ്റ് ചെയ്തു. ഫ്യൂച്ചറിലേക്ക് പോവാം. നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മലയാളം കുറെ സെന്റൻസ് ഞാൻ അപ്ലോഡ് ചെയ്യും, അങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, നോട്ട് എടുക്കട്ടോ. ഫ്യൂച്ചർ എഴുതാം. ഫ്യൂച്ചറില് സിമ്പിൾ ഫ്യൂച്ചർ. Simple future is structured. Subject plus will plus V1. Subject plus will plus V1 plus object. ഓക്കെ, സിമ്പിൾ അല്ലേ? സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാലോ. പിന്നെ മലയാളം മീനിങ് എന്താ വരാ?
ചെയ്യും എന്നാ പറയുന്നത്, ചെയ്യും. ഫ്യൂച്ചർ അല്ലേ, ഞാൻ അവിടെ പോകും, ഞാൻ ഹോംവർക്ക് ചെയ്യും, ഞാൻ അവനെ കാണും എന്നൊക്കെയാ പറയാം മലയാളം പറയുമ്പോ. ഓക്കെ, അപ്പോ സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കി. ഞാൻ അവിടെ പോകും ആണെങ്കിൽ I will go to cinema. yeah, I will go to I will come back tomorrow. I ഞാൻ will, നാളെ തിരിച്ചു വരും എന്ന് പറയാൻ പറ്റില്ലേ? I will come back to. എക്സാമ്പിൾസ് പറയൂ കേട്ടോ, സിമ്പിൾ ആണ്. കുറച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, നോട്ട്ബുക്കിൽ എഴുതിക്കാം. ഞാൻ അവനെ കാണാൻ പോകും എന്നാണെങ്കിൽ ഐ വിൽ പോകും. ഞാൻ അവനെ കാണാൻ പോകും, ഐ വിൽ ഗോ ടു. I will meet her tomorrow. ഐ വിൽ മീറ്റ് ഹർ ടുമോറോ. ഞാൻ അവളെ കാണും, ഞാൻ അവളെ നാളെ കാണും. ഓക്കെ, then He will pick up me yeah, in the evening. okay, correct. Then he will help us later. Okay, I will play chess I will play. or cricket, football. അങ്ങനെ പറഞ്ഞൂടെ മാം? യാ പറയാലോ, സ്ട്രക്ചർ നോക്കിയാൽ മതിയല്ലോ. സ്ട്രക്ചർ അനുസരിച്ചിട്ട് പറഞ്ഞാൽ മതി, ക്ലിയർ ആണ്. ഇതിന് ശേഷം വരേണ്ടത് വിങ്കൺ ഫോം ആണ്, ശ്രദ്ധിക്കാം. അത്രയേ ഉള്ളൂ. ഗെറ്റ് മാരീഡ്, മാർച്ച്, I will play with the ball. ഞാൻ ബോളിന്റെ കൂടെ കളിക്കും, ഞാൻ ബോളായിട്ട് കളിക്കും. She will get married in April. He will write a letter. Yeah. I will call you when I arrive. I will call you when I arrive. Yeah, correct. He will arrive next week. Yes. Clear ആയില്ലേ? ഇനിയിപ്പോ വില്ലും ഷാലും തമ്മിൽ വ്യത്യാസം അറിയോ? ഷാല് യൂസ് ചെയ്ത് കണ്ടില്ലേ നിങ്ങള്? ഷാല് ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒന്നാണ്. ഒരു പക്ഷേ എന്നുള്ളവിടെയാണോ ശാല്? അതായത് വില്ല് 100% ആണെങ്കിൽ ഷാല് ഒരു 50% ചാൻസ് ആവുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനൊരു സെന്റൻസ് ഒക്കെ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഷാല അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ മോഡേൺ ഇംഗ്ലീഷിൽ അതാണ് ഇപ്പൊ വില്ലാണ്. പിന്നെ ഷാല് യൂസ് ചെയ്യാറേ ഇല്ല, പക്ഷെ അറിഞ്ഞു വെക്കാം അല്ലേ? ഇനി അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ ഐയുടെ കൂടെയും വിയുടെ കൂടെയും നമ്മൾ യൂസ് ചെയ്യും. ഐ ആൻഡ് ബി, സബ്ജക്ട് ഐ ആൻഡ് ബി കൂടെ മാത്രമാണ് നമ്മൾ ഷാല യൂസ് ചെയ്യാം. വേറൊരു സബ്ജക്റ്റിന് കൂടെയും നമ്മൾ സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് പറയുമ്പോൾ യൂസ് ചെയ്യാം. ഓക്കെ, ഐ ഷാൽ റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലെറ്റർ എഴുതാം എന്താ പറയുക, എഴുതും എന്ന് പറയില്ല. അവിടെ ഉറപ്പില്ലല്ലോ, എഴുതും എന്ന് പറയില്ല, എഴുതാം. മനസ്സിലായോ? ഞാൻ വരാം, ഐ ഷാൽ കം, ഞാൻ വരാം, ഞാൻ വരും. മേ എന്നുള്ള അർത്ഥം തന്നെയാണോ ഷാലിന്? മേയുടെ അർത്ഥമല്ല. മേയും ഷാലിനേക്കാളും കുറച്ചുകൂടെ ചാൻസ് കൂടുതൽ മെയ്ക്കാണ്. മനസ്സിലായോ? സെയിം മീനിങ് അല്ലേ രണ്ടും ചോദിക്കാം? സെയിം മീനിങ് ആണോ ഷാളും മേയും? മീനിങ് ആണ്. ഞാൻ പറയാം, ചാൻസ് കുറഞ്ഞതിനനുസരിച്ചിട്ടാണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. വിൽ എന്ന് പറയുമ്പോ ഓക്കെ, ഞാൻ അവിടെ പോകും, ഐ വിൽ കം, ഞാൻ വരും. ഓക്കെ, ആണെങ്കിലോ ഐ ഷാൽ ഗോ എന്ന് പറഞ്ഞൂടെ? ഐ ഷാൽ ഗോ, ഞാൻ അവിടെ പോകും എന്നല്ല, ഞാൻ അവിടെ പോകാം എന്നാ പറയും. പോകുന്നില്ല, ഉറപ്പ് പറഞ്ഞിട്ടില്ല, എപ്പോഴും പോകാം. സിമ്പിൾ ഫ്യൂച്ചറിൽ വില്ല് മാത്രമല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്യൂച്ചർ ടെൻസ് പറഞ്ഞില്ലേ, സിമ്പിൾ ഫ്യൂച്ചർ, അതില് വില്ല് മാത്രമല്ലേ യൂസ് ചെയ്യാ? ഇപ്പോ നിലവിൽ മോഡേൺ ഇംഗ്ലീഷില് എല്ലാം വില്ല് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി അഥവാ ഐയുടെ കൂടെയും വീയുടെ കൂടെയും കണ്ടാൽ നമ്മുടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഷാളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്? അതെ, ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു മീനിങ് ആണ് ഞാനിപ്പോ പറയുന്നത്.
നിങ്ങൾ ചെയ്യുമെന്നും പറയും, ചെയ്യാമെന്നും പറയും. ചെയ്യുമെന്ന് പറയുന്നതിൽ ഉറപ്പുണ്ട്, ചെയ്യാമെന്ന് പറയുന്നതിൽ ഉറപ്പുണ്ടോ? ഉറപ്പില്ല. ഇനി നമുക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോരെ? എടാ ഞാൻ വരാം, ഞാൻ നോക്കിയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞാൽ അതിൽ ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അവിടെ നമുക്ക് പലതും യൂസ് ചെയ്യാം. 50% ആണെങ്കിൽ ഓക്കെ, ഒരു 40% ചാൻസ് ആണ്, വേണ്ട ഒരു 60 ഒരു 70% ചാൻസ് ആണെങ്കിൽ നമുക്ക് മേ യൂസ് ചെയ്യാം അവിടെ. എടാ ഞാൻ വരാം, ഒരു 70% ചാൻസ് വന്നു, മേ യൂസ് ചെയ്യാം. ഇനി ആ ചാൻസ് 50% ആണെങ്കിൽ അവിടെ ഷാൽ യൂസ് ചെയ്യാം. ഇനി അതിലും കുറവാണ് ചാൻസ് എങ്കിൽ നമുക്ക് അവിടെ മൈറ്റ് യൂസ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെയാണ് ഈ വില്, മേ, ഷാൽ, മൈറ്റ് ഇതൊക്കെ വരുന്നത്. ഇതിപ്പോ എല്ലാം ഒരുമിച്ച് ഏതെങ്കിലും ചാൻസ് നോക്കാണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്താലും അവിടെ സെന്റൻസിൽ മിസ്റ്റേക്ക് ചെയ്യും. ഓക്കെ മാം അപ്പൊ നമ്മൾ ഷാൾ വെച്ചിട്ടുള്ളത് പഠിക്കണോ? ഷാൽ വെച്ചിട്ട് പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല. സെന്റൻസ് മേക്ക് ചെയ്യണോ ചോദിച്ചത്? വേണ്ട, സെന്റൻസ് മേക്ക് വേണ്ട, കൺഫ്യൂഷൻ കൂടെ ഉള്ളൂ. എവിടെയെങ്കിലും കണ്ടാലും നിങ്ങള് അയ്യോ അതെങ്ങനെയല്ലോ അവിടെ വില്ലല്ലേ വരണ്ടേ എന്ന് പറയരുത്. അതിനു വേണ്ടി ഞാൻ പറഞ്ഞത്. ഓക്കെ, വില്ല് യൂസ് ചെയ്യാം, ഏറ്റവും നല്ലത് വില്ല് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്താണ്, എടാ നമുക്ക് നാളെ ഒരു സിനിമയ്ക്ക് പോകാം എന്ന് ചോദിച്ചാല് ചോദിക്കുന്ന ആള് ഉത്തരം പറയണ്ടേ? എടാ നമുക്ക് പോകാം, എടാ അവിടെ ഷാലല്ലേ മാം വരുവാ? എന്തായാലും പോവാടാന്ന് പറയും, ഉറപ്പായിട്ടും പോവാടാന്ന് പറയുമ്പോ എന്താ പറയാ? ഗോ എന്ന് പറയാം, നമുക്ക് പോകാം, പോകും എന്ന് പറയും അല്ലെ? മനസ്സിലായോ? നമ്മൾ പറയുന്ന അനുസരിച്ചാണ് അവിടെ വില്ലാണോ ഷാലാണോ എന്ന് നമ്മൾ നോക്കേണ്ടത്. ഇനി അഥവാ ഇതൊന്നും നോക്കുന്നില്ല എങ്കിൽ പോലും വില്ല് യൂസ് ചെയ്തു എന്നാലും അവിടെ മിസ്റ്റേക്ക് വരില്ല. മനസ്സിലായോ? വില്ല് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഷാൽ യൂസ് ചെയ്തില്ല, തെറ്റാണെന്ന് ചോദിച്ചാൽ എല്ലാമേ ഞാൻ പറയുള്ളൂ, തെറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി മേ യൂസ് ചെയ്തു, മേയുടെയും ഷാലൊക്കെ യൂസ് ചെയ്യുന്നിടത്ത് ഞാൻ വില്ല് യൂസ് ചെയ്തു, തെറ്റാണോ? ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോ നിങ്ങൾ ഇത് മാത്രം ചിന്തിക്കുക, സിമ്പിൾ പ്രസന്റില് വില്ല് മാത്രം യൂസ് ചെയ്താൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ടേ. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. യെസ്, ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഫ്യൂച്ചർ. Then future continuous. Future continuous ന്റെ സ്ട്രക്ചർ എഴുതാ. Subject plus will be ആണ് വരാ, ഇതിന്റെ കൂടെ be വരുന്നുണ്ട്, will be. Subject plus will be plus verb plus ing. ഒന്നുകൂടി പറയോ ടീച്ചറെ? Subject plus will plus be plus verb വിൽ plus കഴിഞ്ഞിട്ട് എന്താ? ബി വണ്ണോ? ബിയോ? വിൽ ബി. will be. ബി പ്ലസ് Will plus be plus verb ing. ബി വൺ അല്ലേ? Again, subject plus will plus be plus be1 ing. Okay, meaning എന്തായിരിക്കും? സിമ്പിൾ ചെയ്യുമെന്ന് പറഞ്ഞു, ഇനി എന്തായിരിക്കും? ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്യുക ആയിരിക്കും. Yes, ചെയ്യുകയായിരിക്കും. ഇനി എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കി. സ്ട്രക്ചർ കിട്ടിയാൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിൾ അല്ലേ?
We will be traveling to America. If you come tomorrow, I will be working at home. If you come tomorrow, I will be working at home. yeah, I will be working. വരുമ്പോൾ I will be പറയൂ. I will be studying here. I will be I will be studying here. ഞാനൊന്നും കേട്ടിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് പറയുന്നത്. I will be eating Ma'am, food. ma'am ഞാൻ പറയാം ഒന്ന്. She will be going to the market tomorrow. I will be keeping my products in the cupboard. Hello? I will Beauty be products. I will be keeping my beauty products in the cupboard. okay. I'll be studying 8 p.m. She will study English. I'll be writing the letter tomorrow. Okay. Clear ആണോ? I will be sitting on the airport tomorrow. Correct ആണോ? നാളെ എയർപോർട്ടിലായിരിക്കും ഇരിക്കുകയായിരിക്കും. എയർപോർട്ടിൽ എയർപോർട്ടിൽ ഇരിക്കുകയായിരിക്കും. അത് രണ്ടടുത്ത് പറയാണ് ഞാൻ ഈ സമയത്ത് നാളെ എയർപോർട്ടിൽ ഇരിക്കുകയായിരിക്കും എന്ന് പറയണമെങ്കിൽ ഐ വിൽ ബി സിറ്റിംഗ് ഓൺ ദ എയർപോർട്ട് ടുമോറോ. I'll be in the airport tomorrow. I will be in the airport tomorrow. ഐ വിൽ ബി എന്ത് പറയാം, അല്ലെങ്കിൽ അച്ഛന് പറയാം. ഞാൻ എയർപോർട്ടിലായിരിക്കും. ഇരിക്കുകയായിരിക്കും എന്ന് പറയണ്ട. ഉദ്ദേശിക്കുന്നത് എയർപോർട്ടായിരിക്കും. എയർപോർട്ടിലായിരിക്കും എന്ന് പറയാനായിട്ട് Will be an airport. അല്ലെങ്കിൽ I'll be airport tomorrow. ബി എന്ന് പറഞ്ഞാൽ ഒരു വെർബ് തന്നെയല്ലേ ടീച്ചറെ? എന്തോ? ബി എന്ന് പറഞ്ഞാലേ ആ, ഒരു വെർബ് തന്നെയല്ലേ? ബി എന്ന് പറഞ്ഞാൽ വെർബ് മീൻസ് ബി എന്ന് ഉദ്ദേശിക്കുമ്പോൾ പലതുണ്ട്. പറഞ്ഞ ആയിരിക്കുക എന്നുള്ളതല്ലേ? ആ, അങ്ങനെയും വരും. മാം ഇവിടെ ഷാല് ഉപയോഗിക്കാം. ഷാല് ഇപ്പോൾ ഷാല് യൂസ് ചെയ്യില്ല കേട്ടോ. വേണ്ട, നമുക്ക് വില്ലനെ മതി. വെറുതെ ഷാല് വേണ്ട. ടീച്ചർ മലയാളം പറയോ? ഇംഗ്ലീഷ് പറയാൻ ശ്രമിച്ചു നോക്കാം. മലയാളം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്താലേ അതൊക്കെ ഒരുപാട് 30 മലയാളം സെന്റൻസ് ഞാൻ തരുന്നുണ്ട്. അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതോടുകൂടി നമ്മുടെ ടെൻസ് ഇപ്പൊ പഠിക്കുന്ന കാര്യം ഞാൻ അവസാനിപ്പിക്കും. അതിനുശേഷം നമുക്ക് ടെൻസിനെ നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ആണ്. അതാണ് എക്സാമിന് വരുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നൊന്നും എക്സാമിന് വരില്ല. ഓക്കെ, ജസ്റ്റ് ടെൻസ് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇതറിയാണ്ട് പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും പഠിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുക. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. എനിക്ക് ക്ലിയർ അല്ല, കുറച്ചുകൂടി വേണമെന്നുണ്ട് സെന്റൻസ്. സെന്റൻസ് അതായത് ഇപ്പോ മലയാളം അർത്ഥം ഒന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട്. ചിന്തിച്ചോക്കെ, നീ നാളെ വരുമ്പോ ഞാനത് ചെയ്യുകയായിരിക്കും എന്ന് നമുക്ക് പറയണം അല്ലെ? നീ വരുമ്പോ ഞാൻ പഠിക്കുകയായിരിക്കും എന്ന് പറയും. ഈ ക്യാമറ ഓഫ് ചെയ്യണേ എന്ന് പറഞ്ഞോക്കെ. നീ വരുമ്പോ ഞാൻ പഠിക്കുകയായിരിക്കും.
സ്റ്റഡി ആണോ ലേൺ ആണോ? ആ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഈ വരുമ്പോ എപ്പോ വരുമ്പോ എന്നുള്ളതാണ്. ഇല്ല If you come, എപ്പോഴൊന്നും If you coming, I will be studying. ഈ വരുമ്പോ ഞാൻ പഠിക്കുകയായിരുന്നു. അങ്ങനെയാണോ ടീച്ചറെ? ഇഫ് യു കമ്മിങ് ഐ വിൽ ബി സ്റ്റഡിങ് എന്നാണോ? അങ്ങനെയല്ല, ഇഫ് യു കമ്മിങ് നീ വരുമെങ്കിൽ എന്നാണ്. I will be studying when you come. when ആണോ? അല്ലേ മാം അവിടെ യൂസ് ചെയ്യാറ്? Yes. when you come എന്നൊക്കെ അല്ലേ? I will be എന്നാണ് studying when you come. അല്ലേ അങ്ങനെയല്ലേ വരിക? വരുമ്പോൾ ബോൾ എന്നല്ല ഉച്ചരിക്കുമ്പോ when അല്ലേ ഇവിടെ ഫസ്റ്റ് വരുവാ? എന്നാണ് വരാം. ഓക്കെ, ഐ വിൽ ബി സ്റ്റഡിങ് When you when you come, കമ്മിറ്റ് ചെയ്യും. When you I will be studying when you come. ആണോ? തിരിച്ചു പറയാൻ പറ്റില്ലേ? When you come I will be studying. തിരിച്ചും പറയാം. വെണ്ണയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ പറയാം. നീ വരുമ്പോൾ ഞാൻ പഠിക്കായിരിക്കും. When you come, I will be studying. When you come to your home, I will be studying. അങ്ങനെ ഒരുപാട് സെന്റൻസ് ഇങ്ങനെ പറയും. നമ്മൾ അങ്ങനെയാ പറയാം അല്ലെ? ഞാൻ കേട്ടില്ല മാം. ഞാൻ പുറത്തൊരാൾ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ വേഗം ഓടിപ്പോയതാ. അല്ല, നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ആണ്, ശരിയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഈ ടെൻസ് ആണ് യൂസ് ചെയ്യാം. നീ വരുമ്പോൾ ഞാൻ പഠിക്കുകയായിരിക്കും. നീ എന്താണ്, നീ വരുന്ന സമയത്ത് ഞാൻ അത് ചെയ്യുകയായിരിക്കും, ഞാൻ കുക്ക് ചെയ്യുകയായിരിക്കും എന്നൊക്കെ പറയണമെങ്കിൽ ഫ്യൂച്ചർ അല്ലേ? മനസ്സിലായോ? ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു നമുക്ക് ആയിരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. ആണെന്ന് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. കാര്യത്തിൽ വരുമ്പോൾ ഞാൻ ചെയ്യായിരിക്കും, നീ വരുമ്പോൾ ഞാൻ പഠിക്കായിരിക്കും. മനസ്സിലായോ? ആ രീതിയിലാണ്. അത്രയേ ഉള്ളൂ. ഒരുപാട് അധികം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ടെൻസിലേക്ക് പോവാം. നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് സ്ട്രക്ചർ ആണ്. ടെൻസിന്റെ സ്ട്രക്ചർ. അതുണ്ടെങ്കിൽ ടെൻസ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. ആക്റ്റീവ് വോയിസിലേക്ക് പോകുമ്പോൾ വേണ്ടത് ശരിക്കും ഇംഗ്ലീഷിലെ ഒരു സെന്റൻസ് കണ്ടാൽ നിങ്ങൾക്കത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ മാത്രമേ ആക്റ്റീവ് വോയിസിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവില്ല. മനസ്സിലാവും. ഓക്കെ, ഞാൻ അടുത്ത ടെൻസിലേക്ക് പോട്ടെ. Yes, miss. Okay. ഓക്കെ, അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് will plus how plus subject plus will plus how plus easy. ഇവിടെ മലയാളം എന്തായിരിക്കും വരാപ്പോ? ചെയ്യും, ചെയ്യായിരിക്കും. ഇതെന്ത് വരും? ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ ആയിട്ട് ചിന്തിക്കൂ. ചെയ്യുമായിരിക്കും, ചെയ്തേക്കാം, ഇല്ല. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും.
ചെയ്തിട്ടുണ്ടാ ആ ചെയ്യുന്നുണ്ടായിരിക്കും. ചെയ്തിട്ടുണ്ടാകും. ഏകദേശം ഉറപ്പുള്ള കാര്യമാണ്. ചെയ്തിട്ടുണ്ടാകും. അവനത് ചെയ്തിട്ടുണ്ടാകും. അവൻ പഠിച്ചിട്ടുണ്ടാകും. അവൻ ആ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകും. ഞാൻ വിചാരിക്കുന്നു ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഐ തിങ്ക് he will have completed his homework. ഉണ്ടാകും. യെസ്, ചെയ്തിട്ടുണ്ടാകും എന്നാണ്. ഓക്കെ, അപ്പൊ സെന്റൻസ് റീഡ് ചെയ്യൂ. അവൻ അവിടെ പോയിട്ടുണ്ടാകും. അവൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടാകും. അവൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടാകും. എങ്ങനെയാ പറയാ? will have പോയിട്ടുണ്ടാവുന്നു. gone in her house. She will have gone to her house. Yes. പോയിട്ടുണ്ടാകും. Then എന്താണ്? അവൻ അവളെ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല. ഇല്ലല്ലോ, എനിക്ക് കണ്ണിന് മനസ്സിലായി. ഓക്കെ, കുഴപ്പമില്ല മിസ്. അപ്പോ എന്താണ് ചെയ്തിട്ടുണ്ടാകും എന്നാ പറയുന്നത്. ചെയ്തിട്ടുണ്ടാകും എന്ന് പറയുമ്പോ അവൻ അവളെ കണ്ടിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നതാണ് അവനെ കണ്ടിട്ടുണ്ടാകും. എങ്ങനെയാ പറയാ? he will have seen her. Yeah, have seen her. അവൻ നമ്മളെ കണ്ടിട്ടുണ്ടാകും. എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവര് ട്രിപ്പ് പോയിട്ടുണ്ടാകും. അവര് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടാകും. എങ്ങനെയാ പറയാ? They will have gone a trip. They will have gone on a trip. അവര് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടാകും. ഓക്കെ, ഇങ്ങനെയുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ മലയാളം പഠിച്ചിരിക്കുക കേട്ടോ. മലയാളത്തിന്റെ മീനിങ് പഠിച്ചിരിക്കുക. ഈ പോയിട്ടുണ്ടാകും, ചെയ്യും. നിങ്ങള് വരുമ്പോൾ ഞാന് അടുത്ത മാസം വേറെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ലേ? ഇങ്ങനെ പറയാലോ. ഇംഗ്ലീഷ് പറയുന്നത് വലിയ വലിയ സെന്റൻസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നുണ്ടോ? I will have changed the house next month. ചേഞ്ചിലാണോ നല്ലത്? ചേഞ്ചിന്റെ മാറുക എന്നുള്ളതിനെ വീട് ചേഞ്ച് ആക്കാന്ന് പറയില്ലേ? ഷിഫ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റുന്നത്. അങ്ങനെയും പറയാം. ചേഞ്ച് എന്ന് പറയാൻ പറ്റൂല്ലേ ടീച്ചറെ? പറയാം. ലെഫ്റ്റ് ഇൻ മൈ ഹൗസ് എന്ന് പറയുമല്ലോ. ഒരുപാട് വേർഡ്സ് പറയാം. ഒരുപാട് പറയാം. ഞാൻ ചോദിച്ചു ചേഞ്ചിലാണോ? ഞാൻ വീട് മാറും. അടുത്ത മാസം ഞാൻ വീട് മാറും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കുറച്ചുകൂടി നല്ല ഷിഫ്റ്റ് ചെയ്യല്ലേ? ഷിഫ്റ്റ്. അവിടെ വേണ്ടി വരത്തില്ലേ ടീച്ചർ? മൂവ് എന്ന് പറയാവോ മാം? മൂവിന് പറയാം, മൂവിന് പറയാം, ചേഞ്ചിന് പറയാം, ഷിഫ്റ്റിന് പറയാം, ഏത് കളിക്കലും പറയാം. അതിന് ഏറ്റവും നല്ലത് ഏതാണ് നമുക്ക് പറയാം. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് തന്നെ I will be moving on next month. This time I will be moving on this time. പോയിട്ടുണ്ടാകുമെന്നല്ലേ പറയാം. വെന്നല്ലേ വരുന്ന ആദ്യം? വെൻ യു ഹോം I will have shift to my home. സഫിയ, ആ മലയാളത്തിൽ പറഞ്ഞേ. ഏത് ടീച്ചർ? ഞാൻ അപ്പോഴേ പറഞ്ഞതോ? ഞാൻ പറഞ്ഞത് വീട് ചേഞ്ച് ആകും അടുത്ത മാസം. ചേഞ്ച് ആയിട്ടുണ്ടാവും. I will have changed the house next month. ഞാൻ വേറൊരാളുടെ അടുത്ത് പറയണേ, നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോ ഞാൻ അടുത്ത മാസം ഇവിടെ ഉണ്ടാവില്ല.
ഞാൻ വീട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ ഐ വിൽ അങ്ങനെ ഹാവ് വരുമ്പോൾ ചേഞ്ച് ദ when, ഹൗസ് നെക്സ്റ്റ് മന്ത്. when you come അങ്ങനല്ലേ വരുന്നത്? സെന്റൻസ് നമുക്ക് അതിനു മുമ്പ് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ When- പറഞ്ഞത് ഇത് മാത്രം ഞാൻ പറഞ്ഞത്. I will have changed the house next month. Can you give it here? Can you come here? Give it a word. ആണോ? കറക്റ്റ് ആണോ? അതെ. പിന്നെ അതേപോലെ കുറച്ച് പേര് പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ അവര് നാളെ അവരുടെ പണി ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ വരുമ്പോഴത്തേനും എന്ന് പറയണെങ്കിൽ they will have finished their work by tomorrow എന്ന് പറയല്ലേ? ചെയ്തിട്ടുണ്ടാകും. പറയാം. ഓക്കെ, ക്ലിയർ ആയോ? ഈ ടെൻസ് ക്ലിയർ ആയോ? സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മലയാളം പറയുമ്പോൾ ഇതേപോലെ അപ്പൊ തന്നെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് മലയാളം പഠിക്കുക, സ്ട്രക്ചറും പഠിക്കുക. മലയാളം കേൾക്കുമ്പോൾ ഇത് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ മാത്രമേ ആ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെന്റൻസിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? ക്യാമറ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനിവിടെ തന്നെ എടുത്തോ, എന്നിട്ടെങ്കിൽ ചോദിക്കാം. മിസ് ഈ പാസ്റ്റ് ചെയ്യാവോ? പാസ്റ്റോ? പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മതിയോ? അത് മതി മിസ്സേ. ഞാൻ അന്നൊരു ക്ലാസ് കയറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു എന്നുള്ളൂ. നമ്മളെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും അമ്മ കുക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയാം. വീട്ടിൽ വരുമ്പോൾ, ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ പറ. When we come to my home, Amma, Mom will have cooked. Mother will have cooked our food. Cooked our snack ആണ്. Prepared snack പറയാം. Prepared പറയാം. ഫസ്റ്റ് എങ്ങനെ പറയേണ്ടത്? When we come to our home, when we come to our home. When we come to our home, mom will have cooked our snacks, അല്ലേ? Okay. മലയാളത്തിൽ ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും വാക്കുകൾ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് ഒന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കിയിട്ട് അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയാ. നിങ്ങൾ തന്നെ കുറേ പ്രാക്ടീസ് ചെയ്യും. ഒരുപാട് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചതിന്റെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും ഈ ടെൻസ് പഠിക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുന്നതിൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ ഒരു ക്ലാസ് കൊണ്ട് ഒരിക്കലും അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, നാളെയും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് സെന്റൻസ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതാട്ടോ. എന്തായിരിക്കും സ്ട്രക്ചർ? എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ. Subject plus will be plus have plus been plus Will plus ing. verb plus ing. അത്രേ ഉള്ളൂ. സബ്ജക്ട് പ്ലസ് will plus have plus been plus verb plus ing.
സിമ്പിൾ. അതിന് മലയാളം എന്തായിരിക്കും വരാ? അപ്പൊ മറ്റേത് പോയിട്ടുണ്ടാകും എന്നാണെങ്കിൽ ഇതെന്തായിരിക്കും? ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കും. She will have been writing. അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. When I reached home, ഞാൻ വീട്ടിൽ എത്തുമ്പോൾ അവര് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊരു സെന്റൻസ് ഒന്നും ഒരിക്കലും ആരും പറയില്ല കേട്ടോ, സത്യമാണ്. പിന്നെ ഓരോ സ്ഥലത്തെയും സ്ലാങ് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നത് വേറെ പല സ്ഥലങ്ങളിലും എന്താണ് പറയുന്നത് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ പഠിക്കുക. ഞാൻ പറയുന്നത് മലയാളം നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ രീതിയിൽ മലയാളം സെന്റൻസ് ഉണ്ടാക്കിയിട്ട് എന്താണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇന്നിപ്പോ പാസ്റ്റ് ടെൻസ് അങ്ങനെ പറയാൻ ടൈം ഇല്ലെങ്കിൽ ആരാണ് ഡൗട്ട് ചോദിച്ചത്? അദീബയല്ലേ? ഓക്കെ, പാസ്റ്റ് ടെൻസ് പറയാൻ സമയമില്ലെങ്കിൽ അദീബയ്ക്ക് ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് പാസ്റ്റ് ടെൻസ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ ആണോ? ഗ്രൂപ്പിലോ എവിടെയെങ്കിലും. ഓക്കെ, I have been living in this house for 40 years. Okay, നമ്മുടെ ഷാദ് ഞാൻ താമസിച്ചിരിക്കുന്നു. മിസ് ഇതില് ഹാവ് വരൂല? ഹാവ് ഉണ്ട്, ഹാവ് വരും. I will have been washing clothes. അല്ല സോറി, my mother will have been washing clothes in the evening. ഓക്കെ, കറക്റ്റ് ആണ്. Ma'am, she will have been studying English tomorrow. She will have been Studying English tomorrow. studying tomorrow പറയാം. Okay, my dad will have been working with friends at a hospital. ഹോസ്പിറ്റലിലാണ് വർക്ക് ഡാഡിന്. അപ്പൊ my dad will have been working with friends at a hospital. ഇത് കറക്റ്റ് ആണോ? മലയാളം എന്ത് വരും? മലയാളം എന്ത് വരും? മലയാളം അച്ഛന് അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഹോസ്പിറ്റലില്. ഓക്കെ, പറയാം, കുഴപ്പമില്ല. പക്ഷെ ഈ സെന്റൻസ് വായിക്കുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ, വില്ല് ഹാവ് ബീൻ എന്നൊക്കെ പറയാനൊന്നും ആരും അത്ര അങ്ങനെ മേക്കാറില്ല. പക്ഷെ അങ്ങനത്തെ ഒരു വന്നതുകൊണ്ട് അല്ലേ പഠിച്ചു വെക്കണം. പൊതുവേ നമ്മൾ കാണാറില്ല, നമ്മൾ അങ്ങനെ പറയാൻ നിൽക്കില്ല. അതിന് വേണ്ടി നമ്മൾ ഷോർട്ടാക്കി ഇങ്ങനെ പറഞ്ഞു പോവുകയുള്ളൂ. എന്നാലും ടെൻസ് പഠിക്കുമ്പോ പഠിക്കുക. അത് മാത്രമല്ല, പിന്നെ ഇത് പാസീവ് വോയിസിലൊന്നും ഈ ടെൻസേ ഇല്ല, ടെൻസ് വെച്ചിട്ടൊന്നും പറയുന്നില്ല. അങ്ങനെയുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? മലയാളം മീനിങ് ഒന്നും കൂടി പറയാറോ മാം? ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നല്ലേ? ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഭയങ്കര പാടാണ്. സ്കൂളിൽ പറയണെങ്കിൽ കുട്ടികൾ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാൻ പറ്റില്ലേ? സ്കൂൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും.
My daughter will have been studying our school. പഠിച്ചോണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ചിന്തിക്കുക. വെറുതെ കൂടെ ഇത് വന്നെങ്കിൽ ഓക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ എന്നുള്ളത് കൂടി പറയാൻ പറ്റുമോ? നൗ എന്ന് the children will have been studying now എന്ന് പറയാൻ പറ്റുമോ? നൗ പറയാം. ഇപ്പോൾ ആ കുട്ടികള് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ പറ്റില്ലേ? കുഴപ്പമുണ്ടോ? പറയാം, പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനോ. പക്ഷെ സ്റ്റിൽ സ്റ്റഡിങ് എന്ന് പറയുന്നത് യാതൊരു വിഷയമില്ല. അവളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മൾ ഈ സെന്റൻസ് വെച്ചിട്ട് അല്ല, ഈ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യാണ്. ഇതിന് ഈസി ആയിട്ട് വേറെ വഴിയിലൊക്കെ പറയാൻ പറ്റും. അതാണ് നമ്മള് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഈസി ആയിട്ടാണ് നമ്മൾ പറയാം. കാരണം ഈ ടെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പറയാറില്ല. ഈസി ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജും കൂടി ആയിരിക്കണം. നമ്മൾ മാത്രം മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആയിരിക്കണം കൂടുതലും യൂസ് ചെയ്യണത്. She will have been studying till now. അങ്ങനെ പറയാം. She will have been studying till now. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ വേറെ എന്താ മലയാളം പറയാം? ഞങ്ങള് കാസർഗോഡ് വേറെ പറയല് പിള്ളേര് പഠിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെയാ പറയുന്നത്. വ്യത്യാസം കേട്ടോ സ്ലാങ്. ഇത് സ്ട്രക്ചർ ക്ലിയർ ആണോ? Okay. Search okay. The happy baby born. Baby born. Yeah. The September will have baby plans for you. Okay. നിങ്ങൾക്ക് സ്ട്രക്ചർ എല്ലാം ക്ലിയർ ആയോ? സെന്റൻസിന്റെ സ്ട്രക്ചർ ഒക്കെ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്ക് ഓരോ മലയാളം ഞാൻ പറഞ്ഞാല് നിങ്ങൾക്ക് ഏത് ടെൻസ് ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പൊ തന്നെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും പറയുമ്പോ തന്നെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ശ്രമിക്കാം, പക്ഷെ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒന്നുകൂടി നല്ലോണം ഫസ്റ്റ് തൊട്ടേ പഠിക്കണം. കാരണം എന്ത് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഫ്യൂച്ചർ മാത്രമാണോ മാം അതോ മൊത്തത്തിലോ? ഫ്യൂച്ചർ മാത്രല്ല, മൊത്തത്തിലാണ് പറയാം. അത് നോക്കൂ, എനിക്ക് കിട്ടുന്നതായി തോന്നുന്നത്. ടീച്ചർ ഒരു ഉപകാരം ചെയ്യൂ. ഈ ഫസ്റ്റ് മുതലേ ഇപ്പൊ സിമ്പിൾ പ്രസന്റ് പറഞ്ഞില്ലേ, അതിന്റെ ഒരു മലയാളം ജസ്റ്റ് അത് മാത്രം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? സിമ്പിൾ പ്രസന്റിന്റെയും എല്ലാത്തിന്റെയും പറയാലോ. ഒന്ന് പറഞ്ഞൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ പഠിക്കാൻ ഈസി ആയിരിക്കും. സിമ്പിൾ പ്രസന്റ് ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ചെയ്യുന്നു. ചെയ്യുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്യുകയാണ്. ചെയ്യുകയാണ്. ചെയ്യുന്നു, ചെയ്യുകയാണ്, ചെയ്തിട്ടുണ്ട്. വരട്ടെ. ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണോ പ്രസന്റ് കണ്ടിന്യൂസ്? ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, അല്ലേ? അത് പ്രസന്റ് പെർഫെക്റ്റിലല്ലേ മാം? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ്. അതല്ല, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ലേ, അതില് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മീനിങ് ഇല്ലേ, അത് ഏതിലാണ്? ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു മീനിങ് ആണോ? അല്ല, മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു മീനിങ് ടീച്ചർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഏതിനായിരുന്നു? ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോ പ്രസന്റ് ഫുള്ള് ഞാൻ പറഞ്ഞുതരാം.
ചെയ്യുന്നു, ചെയ്യുകയാണ്, ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയോ? കിട്ടി. യെസ്. ഇനി പാസ്റ്റ്. ചെയ്തു, കുറച്ച് സ്ലോ ആക്കണം. ഓഫ് കോഴ്സ്. ചെയ്തു, പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് അല്ലേ? സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ചെയ്തു അല്ലേ? ചെയ്തു. ഓക്കെ. ഇനി ചെയ്യുകയായിരുന്നു, ചെയ്തു, ചെയ്യുകയായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാം പാസ്റ്റിന്റെ ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അത് അത്ര പിടിയില്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ടൈം ഇല്ലല്ലോ. ഞാൻ എന്തായാലും പറഞ്ഞു, അടുത്ത ക്ലാസ്സിലാണെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞു. ഓക്കെ. ഓക്കെ മാം. ഫ്യൂച്ചർ പറയൂ ടീച്ചറെ. ഇനി ഫ്യൂച്ചർ ചെയ്യും, ചെയ്യും. ഫ്യൂച്ചർ എന്താണ്? ചെയ്യുന്ന? ചെയ്യും. ഓക്കെ, ചെയ്യും. സിമ്പിൾ ഫ്യൂച്ചർ. ചെയ്യും, ഉം. ചെയ്യുകയായിരിക്കും, ചെയ്യുകയായിരിക്കും. ചെയ്തിട്ടുണ്ടാകും, ചെയ്തിട്ടുണ്ടാകും, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് കുറച്ച് ടഫ് അല്ലേ? ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, താങ്ക് യു ടീച്ചറെ. ഓക്കെ. ഇവിടെ അഞ്ചു സംശയം ചോദിച്ചാ ചിൽഡ്രൻസ് ആർ വിൽ ഹാവ്. തെറ്റാണ്. അപ്പോസ്ട്രോഫി എസ് വരുമ്പോ അത് എന്താണ്? അപ്പോസ്ട്രോഫി എസ് വരുമ്പോ കുട്ടികളുടെ എന്ന മീനിങ് വരാം. ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണെങ്കിൽ ചിൽഡ്രൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ചിൽഡ്രൻ എന്ന് പറയുന്നത് കുട്ടികൾ എന്നാണ് മീനിങ്. അവിടെ എസിന്റെ ആവശ്യമില്ല. അപ്പൊ ചിൽഡ്രൻ വിൽ ഹാവ് ചെയ്തുകൊണ്ടിരിക്കുക, ഡൂയിങ് ദർ ഹോംവർക്ക് എന്ന് പറയാം. ചിൽഡ്രൻ വിൽ ഹാവ് ബീൻ ഡൂയിങ് ദർ ഹോംവർക്ക്. അവര് കുട്ടികൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാം. ചിൽഡ്രൻസ് അല്ല കേട്ടോ, ചിൽഡ്രൻ. ചിൽഡ്രൻ പ്ലൂറൽ ആണ്. ചൈൽഡിന്റെ പ്ലൂറൽ ആണ് ചിൽഡ്രൻ. കുട്ടികൾ. എസ് വേണ്ട. ഇവിടെ ഉദ്ദേശിക്കുന്ന എസ് അപ്പോസ്ട്രോഫി എസ് ആയതുകൊണ്ട് മീനിങ് മാറും. കുട്ടികളുടെ എന്നാണ്. ഓക്കെ. ചില സ്ഥലങ്ങളിലൊക്കെ ചിൽഡ്രൻസ് എന്ന് കാണാറുണ്ടല്ലോ, അപ്പൊ അങ്ങനെ യൂസ് ചെയ്യണോ? ഇപ്പൊ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾ എന്നല്ലേ അർത്ഥം? അപ്പൊ ചിൽഡ്രൻസ് എന്നൊക്കെ ചില സന്ദർഭങ്ങൾ കാണാറുണ്ട്. അത് ഇങ്ങനെയായിരിക്കും വരാം, കുട്ടികളുടെ എന്നായിരിക്കും വരാം. ചിൽഡ്രൻസ് ഡേ എന്ന് പറയുമ്പോൾ എന്താ? കുട്ടികളുടെ. അപ്പോസ്ട്രോഫി എസ് ആണ് അവിടെ വരുന്നത്, അല്ലാണ്ട് ഒന്നിച്ചല്ല. ഒന്നിച്ച് വരുന്നുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ആണ്. ഓൾറെഡി കുട്ടികൾ എന്ന് പറയുന്ന വേർഡ് പ്ലൂറലാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലൂറൽ വേർഡ് തന്നെയാണ് ചിൽഡ്രൻ. അതിന്റെ കൂടെ എസ് അടിക്കുന്ന മിസ്റ്റേക്ക് അല്ലേ അത്? അതെ. അതിന്റെ ചെയ്യാം. ക്ലാസ്സിൽ ഞാൻ മലയാളം സെന്റൻസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ക്ലാസ് റൂമിലാ? ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അതിന് എന്നിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതിയിട്ട് വരാം അല്ലേ? എഴുതിട്ട് വരുന്നത് എഴുതി വെച്ചാലും മതി. ഞാൻ അതിന്റെ ആൻസറും ഞാൻ അപ്ലോഡ് ചെയ്യും. നാളെ ആൻസർ അപ്ലോഡ് ചെയ്യും അപ്പൊ തന്നെയാ? അപ്പൊ തന്നെയല്ല, നിങ്ങൾ ഞാൻ എഴുതി കഴിഞ്ഞു. അല്ല, നിങ്ങൾ എഴുതി വെച്ചിട്ട് നോക്കാലോ. എഴുതി കഴിയട്ടെ, എന്നിട്ട് തരാം. ഈ സൈനോട്ട്. The wonder of teaching is watching caterpillars become butterflies. നമ്മളുടെ ടീച്ചർമാരെല്ലാം നമ്മളെ കുഞ്ഞു പുഴുക്കളായ നമ്മളെ ഒരു ചിത്രശലഭമാക്കി മാറ്റുന്ന പോലെ നാളെ നമ്മൾ ടീച്ചറായി മാറുമ്പോഴും
നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞു പുഴുക്കളെയും നല്ല അറിവുകൾ പകർന്ന് ബട്ടർഫ്ലൈസ് ആയി മാറാൻ കഴിയും. ചുമ വന്നിട്ട് പറയാൻ പറ്റാഞ്ഞിട്ടാട്ടോ. ബട്ടർഫ്ലൈസ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മിസ്, താങ്ക് യു ഫ്രണ്ട്സ്. Okay. So thank you all. See you on the next class. Okay, bye. താങ്ക് യു മിസ്. Bye.